ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി A73 5G ഫോണിൻ്റെ അൺബോക്സിങ്ങും ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സിയുടെ A73 5G. അടിപൊളി എന്ന് വെച്ചാൽ ഒരു അടിപൊളി സ്പെക്കിൽ ലോഞ്ച് ചെയ്ത പുതിയ ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് ഏറ്റവും ആദ്യം കിടക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു സാംസങ് 5Gയുടെ A73 5Gയുടെ ബോക്സ് വരുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് A73 5G എന്ന ആ ഒരു മൊബൈൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അധികം കാര്യങ്ങളൊന്നുമില്ല. ആ കൂടി ഒരു ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. അതായത് ആപ്പിളിൻ്റെ പോലെ തന്നെ ആ കൂടി ഒരു ചാർജിങ് കേബിളും ഒരു സിം ഇജക്ടർ ടൂൾ മാത്രമേ ഇതിൻ്റെ ഒപ്പം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മൊബൈൽ ഒരു മിൻറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നല്ലൊരു അടിപൊളി ലുക്സൊക്കെ ഉള്ള ഒരു മൊബൈൽ തന്നെയാണ്. അതുപോലെ ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ IMEIയുടെ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് എന്താ നോക്കാം, ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തൊട്ട് ബാക്കിൽ ആ ഒരു സിം ഇജക്ടർ ടൂളും തൊട്ട് ഉള്ളിലായിട്ട് കണ്ടോ, അതായത് നല്ലൊരു നീറ്റ്ലി പാക്ക്ഡ് തന്നെയാണ് വരുന്നത്. ഉള്ളിലായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സ്റ്റാർട്ടർ ഗൈഡും അതുപോലെ തന്നെ C ടൈപ്പ് ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇത്ര വില കൊടുത്ത് നമ്മൾ ഒരു മൊബൈലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് അതായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു അഡാപ്റ്ററും കൂടിയും, അതായത് പല മൊബൈലിനും പല വാട്ട്സിലാണ് വരുന്നത്, അതായത് ചാർജിങ് കേബിളിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ അതും കൂടിയും പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അവർ ഇത് മാത്രമാണ് നമുക്ക് തരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് ആ കൂടി ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാർട്ടർ ഗൈഡും കാര്യങ്ങളൊക്കെയാണ്, ക്വിക്ക് സ്റ്റാർട്ടർ ഗൈഡാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ 6.7 ഇഞ്ച് 1080 × 2400 പിക്സൽസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈലും നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ വൈഫൈയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ 8GB റാം, അതുപോലെ തന്നെ 256 GB ഇൻറ്റർണൽ മെമ്മറിയാണ് വരുന്നത്. അതുപോലെ 6GB റാം 128ഉം അവൈലബിൾ ആണ്, 8GB 128ഉം അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടോ, ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 778 5G പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ 5000 mAhൻ്റെ ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈലിൽ സിംഗിൾ സിം ആണ്, നാനോ സിം അല്ലെങ്കിൽ ഹൈബ്രിഡ് ഡ്യുവൽ സിം ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു മൊബൈൽ IP67 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെയാണ്, അതായത് അപ് ടു 1 മീറ്റർ ഫോർ 30 മിനിറ്റ്സ് ആണ് വരുന്നത്. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അടിപൊളി ഡിസ്പ്ലേ ആണ്. സൂപ്പർ എമോൽ LED, അതായത് സൂപ്പർ എമോൽ LED പ്ലസ് ആണ് വരുന്നത്. 120 ഹെർട്സും അതുപോലെ തന്നെ 800 നിറ്റ്സ് ആണ് വരുന്നത്. 6.7 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടി കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈലിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ കണ്ടോ, നല്ല ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള നല്ലൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈലിൻ്റെ എബൌട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിൽ ഗാലക്സി A73 5G വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ IMEI നമ്പറും അതുപോലെ തന്നെ സ്ക്രീൻ സ്റ്റാൻഡ് ബൈ ടൈമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ബാറ്ററി ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 5000 mAh ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈലിന് OS വരുന്നത് Android 12, അപ്ഗ്രേഡബിൾ ടു Android 13 1 UI 5 ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചിപ്സെറ്റ് വരുന്നത് Qualcomm SM7325 സ്നാപ്ഡ്രാഗൺ 778G 5G ആണ് വരുന്നത്, 6nm. അപ്പോൾ ഇതാണ് അതിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ബാറ്ററി ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കി ഇനി നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് കണക്ഷൻസ് വരുന്നത് നമ്മൾ നോർമൽ വൈഫൈ, ബ്ലൂടൂത്ത്, NFC പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് സൗണ്ട്സും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ, നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ, നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽഡും അതുപോലെ തന്നെ ബ്രീഫായിട്ടും അങ്ങനത്തെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റും ഡാർക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നോർമൽ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഈ ഒരു മൊബൈൽ വരുന്നത് 128 GB 6GB റാമും 128 8GB റാമും 256 GB 8GB റാമാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്.
അതുപോലെ ഈ ഒരു മൊബൈലിൽ ഫിംഗർ പ്രിൻറ്റ്, അതായത് അണ്ടർ ഡിസ്പ്ലേ ഓപ്റ്റിക്കൽ ആക്സിലോമീറ്റർ, ഗൈറോമീറ്റർ, പ്രോക്സിമിറ്റി സെൻസർ, കോമ്പസ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ USB വരുന്നത് ടൈപ്പ് C 2.0 OTG ആണ് വരുന്നത്. പിന്നെ ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള ക്ലോക്ക്, അതുപോലെ അതിൻ്റെ ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കണ്ടോ ഈ ഒരു രീതിയിൽ. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയായിട്ട് വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ വിഡ്ജറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വേറെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്ക് ക്യാമറയാണ്. ക്യാമറയുടെ കാര്യം ഒരു ക്വാഡ് ക്യാമറയാണ് വരുന്നത്. അതായത് 108 മെഗാ പിക്സലിൻ്റെ ഒരു f1.8 വൈഡ് ക്യാമറയും, അതുപോലെ തന്നെ 12 MP f/2.2 ഒരു അൾട്രാ വൈഡ് ക്യാമറയും, 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ, അത് f/2.4 ആണ് വരുന്നത്. അടുത്തത് 5 MP f/2.4 ഒരു ഡെപ്ത് ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ LED ഫ്ലാഷ്, പനോരമ, HDR കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയുന്നത് വീഡിയോ 4K at 330 FPS-ഉം, അതുപോലെ തന്നെ 1080p at 30/60 FPS-ഉം ഒക്കെയാണ് വരുന്നത്. അപ്പോൾ കണ്ടോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് വരുന്നത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് കോൾ ആൻഡ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ ക്വിക്ക് ഷെയർ, അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ്. ഞാൻ അത്രയും ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രോ പോലെയാണ് തരുന്നത്. അതുപോലെ തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത് അതിൻ്റെ ആ ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മൊബൈലിൻ്റെ ടോട്ടൽ ബാറ്ററിയുടെ കേസ് പറഞ്ഞത് ലിഥിയം പോളിമർ 5000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. കളേഴ്സ് വരുന്നത് ഗ്രേ, മിൻറ്റ്, വൈറ്റ് ആണ്. നമ്മളെടുത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഒരു മിൻറ്റ് കളറാണ് വരുന്നത്. അതുപോലെ ഈ ഒരു മൊബൈലിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലിൻ്റെ ആണ്. അതായത് f/2.2 26mm വൈഡ് ക്യാമറയാണ് വരുന്നത്. HDR ഫീച്ചേഴ്സായിട്ട് പറയാം. അതുപോലെ ഫ്രണ്ട് ക്യാമറ വീഡിയോ 4K at 30 FPS-ഉം, അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമിൽ തന്നെ 1080p at 30 FPS, അതായത് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K വീഡിയോസും നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ സെറ്റിങ്സിൽ കാണിക്കുന്നത് അതിൻ്റെ സൗണ്ട്സും വൈബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ക്യാമറയുടെ കാര്യമാണ് പറഞ്ഞത്. ക്യാമറ എന്ന് വെച്ചാൽ അടിപൊളി ക്യാമറ തന്നെയാണ്. കോഡ് ക്യാമറയാണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ണ്, അതുപോലെ പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫോട്ടോ, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ മോറൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫുഡ്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ, പനോരമ, അതുപോലെ സിംഗിൾ ടേക്ക്, പ്രോ വീഡിയോ, അതുപോലെ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഷട്ടർ സ്പീഡ്, അതുപോലെ തന്നെ സീൻ ഓപ്റ്റിമൈസർ, അതുപോലെ തന്നെ അങ്ങനെ കുറേ സെറ്റിങ്സ് നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അതുപോലെ ക്യാമറയുടെയും എന്താ പറയുക അപ്ഡേഷനും ഒക്കെ ചെയ്യാൻ പറ്റും. ക്യാമറ ഡീറ്റെയിൽസൊക്കെ നെറ്റ് കണക്റ്റഡ് ആവണം, അതാണ് കിട്ടാത്തത്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ കണ്ടോ ലുക്സിൻ്റെ കാര്യത്തിൽ അമ്മാതിരി ലുക്സും കാര്യങ്ങളൊക്കെയാണ്. തൊട്ട് താഴെ അതിൻ്റെ ആ ചാർജിങ് സ്ലോട്ടും, അതുപോലെ തന്നെ ഒരു മൈക്കും, അതുപോലെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ സൈഡിൽ ഒന്നും വരുന്നില്ല, തൊട്ട് മുകളിലാണ് നമുക്ക് സിമ്മിൻ്റെ ആ ഒരു ട്രേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ സൈഡിൽ വരുന്നത് ഓൺ ബട്ടണും, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ. അതുപോലെ ക്യാമറയൊക്കെ നല്ല നീറ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ക്യാമറ തന്നെയാണ്. അതുപോലെ ഡിസ്പ്ലേ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സൂപ്പർ AMOLED LED പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബഡ്ജറ്ററി ഫോൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രീമിയം ഫോൺ വാങ്ങിക്കാൻ ഉള്ള ഒരു ഇതില്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റാവുന്ന നല്ല ഒരു അത്യാവശ്യം അടിപൊളി ഫീച്ചേഴ്സൊക്കെയുള്ള നല്ലൊരു 5G ഫോൺ, ഒരു പ്രീമിയം ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാംസങ് ഗാലക്സി A73 എന്ന, പ്രത്യേകിച്ച് മിൻ കളറൊക്കെ ആകുമ്പോൾ നല്ല സിലിക്കോൺ ആയിട്ടുള്ള ആ ഒരു ബാക്ക് കവറൊക്കെ ആകുമ്പോൾ നല്ല ഒരു ലുക്കിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ടെക് ആൻഡ് ട്രാവൽ വൈബ്സിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.